ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് എന്താണെന്നും ഇത് എങ്ങനെയാണ് നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. ആദ്യം നമുക്ക് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ദ ഇൻകം ഏൺഡ് ബൈ ദ നോർമൽ റെസിഡൻസ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിലെ നോർമൽ റെസിഡൻസ്, അവിടെ താമസിക്കുന്നവർ ഏൺ ചെയ്യുന്ന ഇൻകം എവിടെ നിന്ന്? ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും നേടുന്ന ഇൻകം ഏത് രൂപത്തിലാണ്? ഇൻ ദ ഫോം ഓഫ് വേജസ്, സാലറീസ്, റെൻറ്റ്, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, അതായത് ഷെയറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡിവിഡൻഡ് ആൻഡ് റീറ്റെയിൻഡ് ഏണിംഗ്. ഈ രൂപത്തിലെല്ലാം ലോകത്തിൻ്റെ മറ്റ് ഭാഗത്തിൽ നിന്ന് നമ്മുടെ നോർമൽ റെസിഡൻസ് നേടുന്ന ആ വരുമാനത്തിനെയാണ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. അടുത്തത് ഫാക്ടറി ഇൻകം ടു അബ്രോഡ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് ഇൻകം ഇങ്ങനെ പോകുന്നതിനെയാണ്, അതായത് പുറത്തേക്ക്, ഇന്ത്യയിൽ നിന്ന് പണം പുറത്തേക്ക് പോകുന്നതിനെയാണ് ഫാക്ടറി ഇൻകം ടു അബ്രോഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫാക്ടറി ഇൻകം പെയ്ഡ് ടു ദ നോർമൽ റെസിഡൻസ് ഓഫ് അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളിലെ വ്യക്തികൾക്ക് കൊടുക്കുന്ന ആ ഒരു പേയ്മെൻറ്റാണ് ഫാക്ടറി ഇൻകം ടു അബ്രോഡ്. ഫോർ ദെയർ ഫാക്ടർ സർവീസസ് വിത്തിൻ ദ എക്കണോമിക് ടെറിട്ടറി. അവർ ഇന്ത്യയിൽ വന്ന് അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യക്കാർ കൊടുക്കുന്ന ആ വേതനം അത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയി ചിലവഴിക്കുന്നു. ഇതാണ് ഫാക്ടറി ഇൻകം ടു അബ്രോഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളിൽ ഡിഫറൻസ് എടുക്കുമ്പോഴാണ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് കിട്ടുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാക്ടറി ഇൻകം റിസീവ്ഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ആൻഡ് ഫാക്ടറി ഇൻകം പെയ്ഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ അതിന് ഇക്വേഷനായിട്ട് ഇങ്ങനെ പറയാം: NFIA, അതായത് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ഈസ് ഈക്വൽ ടു ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് മൈനസ് ഫാക്ടറി ഇൻകം ടു അബ്രോഡ്. ഇനി നമുക്ക് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് എങ്ങനെ നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അത് NFIA ഇൻ നാഷണൽ ഇൻകം. അതായത് അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു ഡൊമസ്റ്റിക് ഇൻകം പ്ലസ് NFIA. അതായത് ഡൊമസ്റ്റിക് ഇൻകത്തിൻ്റെ കൂടെ NFIA, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡോടെ കൂട്ടുമ്പോഴാണ് നമുക്ക് നാഷണൽ ഇൻകം കിട്ടുന്നത്. നാഷണൽ ഇൻകത്തിനെ NNPFC എന്നാണ് പറയുന്നത്, ഡൊമസ്റ്റിക് ഇൻകത്തിനെ NDPFC എന്ന് പറയും. അപ്പം നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് NDPFCയിലെ D അങ്ങ് NNPFC, അതങ്ങ് N ആയിട്ട് മാറി NNPFC ആവുകയാണ് ചെയ്യുന്നത്. അത് വരുന്ന ക്ലാസ്സുകളിൽ വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.